നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന യു.ഡി.എഫിന്റെ പുതുയുഗ യാത്രയ്ക്ക് ഇന്ന് കാസർഗോഡ് തുടക്കമാകും. വൈകിട്ട് 4 മണിക്ക് എ.സി.സി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ യാത്ര ഉദ്ഘാടനം ചെയ്യും. ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ജാഥയിൽ ശക്തമായി ഉന്നയിക്കും. അതേസമയം യാത്രയ്ക്ക് മുന്നോടിയായി വി.ഡി. സതീശൻ മൂകാംബികയിൽ ദർശനം നടത്തി. അരുൺ പൂപ്പറമ്പയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ഇന്ന് യാത്ര തുടങ്ങുകയാണ്. കാസർഗോഡ് നിന്നാണ് യാത്രകളുടെയൊക്കെ തുടക്കം. ഒരു യാത്ര കാസർഗോഡ് നിന്നും ആരംഭിച്ചു. അത് വികസന മുന്നേറ്റ ജാഥ. ആ യാത്ര പുരോഗമിക്കുന്നു. ഇന്ന് മധ്യമേഖലാ ജാഥയുണ്ട് എൽ.ഡി.എഫിന്റെ. അത് പത്തനംതിട്ടയിൽ ജോസ് കെ മാണി തുടങ്ങുകയാണ്. ബിനോയ് വിശ്വത്തിന്റെ മേഖലയിൽ മധ്യമേഖലാ ജാഥയുണ്ട്, തെക്കൻ മേഖലാ ജാഥയുണ്ട്. അങ്ങനെ ഒരു ഭാഗത്ത് എൽ.ഡി.എഫിന്റെ ജാഥ. ഇന്നിപ്പോൾ യു.ഡി.എഫിന്റെ പുതുയുഗ യാത്ര തുടങ്ങുകയാണ്. ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമായോ? മുതിർന്ന നേതാക്കളൊക്കെ ഇന്നത്തെ യോഗവേദിയിൽ ഉണ്ടാകുമോ? അരുൺകുമാർ, തീർച്ചയായും എൽ.ഡി.എഫിന്റെ വടക്കൻ മേഖലാ ജാഥ ആരംഭിച്ച അതേ സ്ഥലത്ത് നിന്നാണ് യു.ഡി.എഫിന്റെ പുതുയുഗ യാത്ര കൂടി ആരംഭിക്കുന്നത്. കുമ്പളയിൽ വെച്ചാണ്. ഇന്ന് വൈകിട്ട് 4 മണിക്ക് എ.സി.സി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലാണ് പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന പുതുയുഗ യാത്ര ഉദ്ഘാടനം ചെയ്യുന്നത്. എന്തായാലും അതിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. നേതാക്കളെല്ലാം കാസർഗോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മൂകാംബിക ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തിയിരുന്നു. ഇത്തരം യാത്രകളും വലിയ പരിപാടികളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് അത്തരമൊരു ക്ഷേത്ര ദർശനം പതിവാണ് എന്നതാണ് പ്രതിപക്ഷ നേതാവ് എന്തായാലും പറയുന്നത്. യു.ഡി.എഫിനെ സംബന്ധിച്ച് കഴിഞ്ഞ 10 വർഷമായി പ്രതിപക്ഷത്തിരിക്കുകയാണ്. ഭരണം തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിശക്തമായിട്ടുള്ള ശ്രമത്തിലാണ് അവർ ഉള്ളത്. അതിലവർക്ക് ഊർജ്ജം നൽകുന്ന ഒരു വിജയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ റിതം അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് യു.ഡി.എഫിന്റെ ശ്രമം. അതിൽ ഈ ജാഥ നിർണായകമായിട്ടുള്ളൊരു പങ്കുവഹിക്കുമെന്നാണ് അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള രാഷ്ട്രീയ പ്രചാരണം അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുക. പ്രത്യേകിച്ച് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അത് നിയമസഭക്കകത്തൊക്കെ ഏത് രീതിയിലാണ് അവർ ഉന്നയിച്ചത് നമ്മൾ കണ്ടതാണ്. അത് അതേ രീതിയിൽ പൊതുജനങ്ങളിൽ വിശദീകരിക്കുക, ഉന്നയിക്കുക എന്ന് തന്നെയാണ് പ്രധാനമായും ലക്ഷ്യമിടുക. അതോടൊപ്പം പ്രവർത്തകരെ തെരഞ്ഞെടുപ്പിലേക്ക് സജ്ജമാക്കുക, എല്ലാവരെയും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് തന്നെയാണ് ലക്ഷ്യമിടുന്നത്. എന്തായാലും വൈകിട്ട് 4 മണിക്കാണ് ഉദ്ഘാടന സമ്മേളനമുള്ളത്. അതിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട് കുമ്പളയിൽ. ഓക്കെ, ആ വേദി ഒരിക്കൽ കൂടി നമുക്കൊന്ന് പ്രേക്ഷകരെ കാണിക്കാം. ഈ വേദിയിലാണ് കെ.സി. വേണുഗോപാലാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. തൊട്ടുപിന്നിൽ കാണിക്കാൻ പറ്റുന്നുണ്ട് പ്രതിപക്ഷ ഉപനേതാവ് കുഞ്ഞാലിക്കുട്ടി. ആരുടെയൊക്കെ ഫോട്ടോയുണ്ട് അരുൺ പൂപ്പറമ്പ? വി.ഡി. സതീശൻ, പിന്നെ പ്രതിപക്ഷ ഉപനേതാവ് പി.കെ. കുഞ്ഞാലിക്കുട്ടി അല്ലേ? ഉപമുഖ്യമന്ത്രി സ്ഥാനമൊക്കെ മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്ന പശ്ചാത്തലത്തിലാണ് രണ്ടുപേരുടെ ഫോട്ടോയൊക്കെ ഉണ്ട്. കെ.സി. വേണുഗോപാലിന്റെ ഫോട്ടോയുണ്ട് അല്ലേ? പാണക്കാട് തങ്ങളുടെ ഫോട്ടോയുണ്ട്. ഇവരുടെ 4 പേരുടെ ഫോട്ടോയാണ് പ്രധാനമായിട്ടും ഉള്ളത് അല്ലേ? പിന്നെ മറ്റു മുതിർന്ന നേതാക്കൾ ദീപാദാസ് മുൻഷി, തീർച്ചയായും 4 നേതാക്കളുടെ ഫോട്ടോയാണ് പ്രധാനമായും ഉള്ളത്. മറ്റ് ഘടകകക്ഷി നേതാക്കൾ, കോൺഗ്രസിന്റെ തന്നെ മറ്റ് നേതാക്കളുടെ ഒക്കെ ഫോട്ടോ അതിനൊപ്പം തന്നെ ഉണ്ട്. അരുൺകുമാർ, അടൂർ പ്രകാശ് ഉണ്ട്. 3 കോൺഗ്രസ് നേതാക്കളുടെയാണ്. ഇത് കൂടാതെ 3 കോൺഗ്രസ് നേതാക്കളുടെ ഫോട്ടോയാണ് അല്ല? രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഫോട്ടോയുണ്ട്. 4 പേരുടെ ഉണ്ട്. കൂടാതെ ദീപാദാസ് മുൻഷി, സണ്ണി ജോസഫ്, രമേശ് ചെന്നിത്തല, അടൂർ പ്രകാശ്, പിന്നെ ഘടകകക്ഷി നേതാക്കൾ, പിന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ, ദീപാദാസ് മുൻഷി, ഇത്രയും പേരുടെ ഫോട്ടോയുണ്ട്. ഒപ്പം പ്രതിപക്ഷ ഉപനേതാവ് നമ്മുടെ പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെയും പാണക്കാട് തങ്ങളുടെയും കെ.സി. വേണുഗോപാലിന്റെയും ഒക്കെ ചിത്രങ്ങളുണ്ട്. അപ്പോൾ യു.ഡി.എഫ് നയിക്കുന്ന യാത്രയാണ്. പുതുയുഗ യാത്രയ്ക്ക് തുടക്കമാവുന്നു. മൂകാംബികയിൽ അതിനു മുമ്പ് ദർശനം നടത്തി പ്രതിപക്ഷ നേതാവ്. താങ്ക് യു അരുൺ പൂപ്പറമ്പ.